അനന്തു സുരേഷ് കുമാർ ഫേസ്ബുക്കിൽ വലിയ ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ആ പോസ്റ്റ് വൈറലാവുന്നു, ആളുകൾ ചർച്ച ചെയ്യുന്നു. വിവിധ ഘട്ടങ്ങളിൽ നാം കേട്ട ആക്ഷേപങ്ങൾ മുഴുവനും കോർത്തിണക്കിക്കൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായും ഉന്നയിക്കുന്ന ഒന്നാമത്തെ കാര്യം, 20ഓളം ആളുകൾ പബ്ലിക് പ്ലേസിൽ ഒരു സ്ത്രീയെ അപമാനിച്ചാൽ അവർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം, ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് BNS 79 പ്രകാരം ക്രിമിനൽ ചാർജ് ചെയ്യാവുന്നതാണ്, ക്രിമിനൽ കുറ്റം ചുമത്താവുന്നതാണ്. ഇതേ കുറ്റകൃത്യം ഗൗണിട്ട 20 രാക്ഷസന്മാർ കോടതി മുറിക്കുള്ളിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിയമപരിരക്ഷ അവർക്ക് ലഭിക്കുന്നത്? ഇൻ ക്യാമറ പ്രൊസീഡിങ്ങിൽ നടക്കുന്ന ഒരു വിചാരണയിൽ 20ഓളം അഭിഭാഷകർക്ക് ഒരേ സമയം അതിജീവിതയെ കടിച്ചു കീറാനുള്ള അവസരം ജഡ്ജി എങ്ങനെ അനുവദിച്ചു എന്നാണ് അനന്തു സുരേഷ് കുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒന്നാമത്തെ ചോദ്യം. മറ്റൊന്ന് മെമ്മറി കാർഡിനെ കുറിച്ചാണ്. സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ വരുന്നു. ദിലീപും സുഹൃത്തുക്കളും വീട്ടിൽ വെച്ച് ടാബിൽ ഈ ദൃശ്യം കണ്ടിരുന്നു. അങ്ങനെ ആ വിവരം പുറത്തു വന്നപ്പോൾ അതിജീവിത ഭയപ്പെട്ടുകൊണ്ട് തൻ്റെ സ്വകാര്യതകൾ കോടതിയിലിരിക്കെ പുറത്തായി എന്ന വേവലാതിയുമായി ഹൈക്കോടതിയെയും മേൽക്കോടതികളെയും സമീപിക്കുന്നു. അപ്പോഴാണ് അതിൽ ഒരു അന്വേഷണം വരുന്നത്. നിരവധി പോരാട്ടങ്ങൾക്ക് ശേഷമാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അന്വേഷണം പ്രഖ്യാപിച്ച ഘട്ടത്തിലാണ് മനസ്സിലാകുന്നത് 2 വർഷം മുമ്പ് തന്നെ ജസ്റ്റിസ് ഹണി M വർഗീസിൻ്റെ മുമ്പിൽ ഈ റിപ്പോർട്ട് വന്നിരുന്നു. നിരവധി തവണ മെമ്മറി കാർഡ് കയ്യേറ്റം ചെയ്യപ്പെട്ടു എന്ന FSL ലാബിൻ്റെ റിപ്പോർട്ട് ഹണി M വർഗീസിൻ്റെ മുമ്പിലെത്തിയിരുന്നു. പക്ഷേ അവർ അത് അതിജീവിതക്കോ പ്രോസിക്യൂഷനോ കൈമാറാതെ ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയാണ് ഉണ്ടായത്. അത് ഗുരുതരമായ കൃത്യവിലോപമാണ്. ഒരു ജഡ്ജിയിൽ നിന്ന്, ന്യായാധിപയിൽ നിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്. തുടരന്വേഷണത്തിൽ മെമ്മറി കാർഡ് ആക്സസ് ചെയ്ത 3 ആളുകളെ കണ്ടെത്തുകയും ചെയ്തു. അവർക്കെതിരെ ഒരു നടപടിയും ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ല. ആരാണ് മെമ്മറി കാർഡ് അനധികൃതമായി, ഇല്ലീഗലായി, കുറ്റകരമായി ആക്സസ് ചെയ്തത്? അതിലെ പ്രധാനികൾ, ഒന്നാമത്തെ ആൾ മജിസ്ട്രേറ്റ് ലീന റഷീദാണ്. B മഹേഷ് മോഹൻ, അന്നത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയുടെ സീനിയർ ക്ലർക്കാണ് മഹേഷ് മോഹൻ. വിവോ ഫോൺ ഉപയോഗിച്ച് ആ ദൃശ്യങ്ങൾ കണ്ട 3ാമത്തെ ആൾ C താജുദ്ദീനാണ്. ജസ്റ്റിസ് ഹണി M വർഗീസിൻ്റെ ട്രയൽ കോടതി സ്റ്റാഫാണ് താജുദ്ദീൻ. 3 കുറ്റവാളികളെ കണ്ടെത്തിയിട്ടും ഒരു നിയമ നടപടിയും അവർക്കെതിരെ കോടതികൾ സ്വീകരിച്ചില്ല. പക്ഷപാതപരമായ സമീപനമാണ്. ഇതേപ്പറ്റിയാണ് അനന്തു സുരേഷ് കുമാർ ചോദ്യമുന്നയിക്കുന്നത്. ദിലീപിൻ്റെ ഫോൺ സീസ് ചെയ്യണമെന്ന് പോലീസ് തീരുമാനിച്ചപ്പോൾ അതിന് വഴങ്ങാതെ ഹൈക്കോടതിയിൽ കേസിരിക്കെ അത് മുംബൈയിലെ സ്വകാര്യ ലാബിൽ അയക്കുകയും തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്തു. തെളിവുകൾ മുഴുവനും നശിപ്പിച്ച ഫോണാണ് അവസാനം ഹൈക്കോടതിയിൽ കൈമാറിയത്. ഹൈക്കോടതി ദിലീപിൻ്റെ മുമ്പിൽ ഭവ്യതയോടെ യാചിക്കുകയായിരുന്നു. നിങ്ങളുടെ ഡിവൈസുകളിലെ തെളിവുകൾ നശിപ്പിക്കാനുള്ള അവസരം, ആനുകൂല്യം, സൗജന്യം ഹൈക്കോടതി മറ്റ് പ്രതികൾക്ക് നൽകുമോ? സമൂഹത്തിൽ ഉന്നതനായ ഒരാൾക്ക് ലഭിച്ച ഇതേ ആനുകൂല്യം മറ്റു കുറ്റവാളികൾക്ക് നൽകുമോ? ഇതാണ് അനന്തു സുരേഷ് കുമാർ ചോദിക്കുന്ന ചോദ്യം. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ചോദ്യം തന്നെയാണ്.